കേരളത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പഴയ ഉരുൾപൊട്ടൽ 1882 ഒക്ടോബർ 4-നാണ്. അത് കോട്ടയം മേലെടുക്കത്ത് ആയിരുന്നു. ഉരുൾപൊട്ടൽ എന്ന വാക്ക് മലയാളത്തിൽ ആദ്യമായി ഉപയോഗിക്കുന്നതും കോട്ടയത്താണ്. 1949 കൊടിയത്തൂരിൽ മണ്ണിടിഞ്ഞപ്പോഴാണ് ഉരുൾപൊട്ടി വന്നു എന്ന പ്രയോഗം ആദ്യമായി ഉണ്ടായത്. സാധാരണ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. സാധാരണയിലും അധികം മഴ ലഭിച്ച ഒരിടത്ത് പെട്ടെന്ന് 1-2 ദിവസത്തെ അതിവർഷം വരുമ്പോഴാണ് ഉരുൾപൊട്ടുന്നത്. സാധാരണ കേരളത്തിൽ ഒരു വർഷം ലഭിക്കുന്ന മഴ 3000 മില്ലിമീറ്റർ ആണ്. 2018 പ്രളയകാലത്തെ ചില കണക്കുകൾ എടുത്താൽ തന്നെ ഒരു കാര്യം വ്യക്തമാകും. ഇപ്പോഴത്തെ വയനാട് ഉരുൾപൊട്ടൽ ഒരു തരത്തിലുമുള്ള കാലാവസ്ഥാ മോഡലുകൾക്കും വഴങ്ങുന്നതല്ല. ഏറെ സങ്കീർണമായ കാലാവസ്ഥാ പ്രതിഭാസത്തെ വ്യക്തമാക്കുന്ന ആ വിവരങ്ങളിലേക്കാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള ഈ സ്പോട്ട്ലൈറ്റ് വെളിച്ചം വീശുന്നത്. കേരളം മാറിമറിഞ്ഞ 6 വർഷങ്ങൾ. പ്രളയം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല 2018 ഒരു മാനദണ്ഡമായി എടുത്തത്. വലുതും ചെറുതുമായ 5000 ഉരുൾപൊട്ടലുകളാണ് 2018 കേരളത്തിൽ ഉണ്ടായത്. അതിൽ 3000 എണ്ണം ഇടുക്കിയിലും വയനാട്ടിലും മാത്രമായിരുന്നു. ഈ മണ്ണിടിച്ചിൽ കൊണ്ട് മാത്രം കൊല്ലപ്പെട്ടവരുടെ എണ്ണം കൂടി നോക്കുക, 155. അന്ന് ഉരുൾപൊട്ടൽ കൊണ്ടുള്ള നഷ്ടം മാത്രമായി കണക്കാക്കിയത് 40,000 കോടി രൂപയാണ്. ഇതെല്ലാം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഔദ്യോഗിക രേഖകൾ അനുസരിച്ചുള്ളതാണ്. 2018 ഇടുക്കിയിലും വയനാട്ടിലും മാത്രം പെയ്ത മഴ സാധാരണ ലഭിക്കുന്നതിന്റെ 60% അധികമായിരുന്നു. അതുമാത്രമല്ല, ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ സാധാരണ പെയ്യുന്നതിന്റെ 100% അധിക മഴയും പെയ്തു. അന്നത്തെ ആ ഉരുൾപൊട്ടലുകളുടെ കാരണം അറിയാൻ അതുകൊണ്ട് തന്നെ മറ്റെങ്ങും പോകേണ്ടി വന്നില്ല. ഉരുൾപൊട്ടലുകളുടെ മാത്രമല്ല, പ്രളയത്തിന്റെയും പ്രധാന കാരണമായി ഈ ഉരുളുകൾ മാറി. അപ്പോൾ ഈ വർഷമോ? 2018 പാഠപുസ്തകം മാനദണ്ഡമാക്കിയാൽ 2024 വയനാട് ഉരുൾപൊട്ടലിന് ഉത്തരം ലഭിക്കില്ല. ഇതാണ് ആ വിവരങ്ങൾ. ഈ വർഷം ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 2 വരെ കേരളത്തിൽ പെയ്തത് 1293 മില്ലിമീറ്റർ മഴ. സാധാരണ ഈ കാലത്ത് ലഭിക്കേണ്ടത് 1342 മില്ലിമീറ്ററും. 49 മില്ലിമീറ്റർ അഥവാ 4% കുറവ് മഴയാണ് ഈ കാലത്ത് സംസ്ഥാനത്ത് പെയ്തത് എന്നർത്ഥം. 2018 ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടായ ഇടുക്കിയിലേക്കും വയനാട്ടിലേക്കും പോകാം. ഇടുക്കിയിൽ ഈ സമയത്ത് ലഭിക്കേണ്ടത് 1619.7 മില്ലിമീറ്റർ മഴ. കിട്ടിയതോ 1198.7 മില്ലിമീറ്റർ, 26% കുറവ്. വയനാട്ടിൽ കിട്ടിയത് 1409.6 മില്ലിമീറ്റർ. കിട്ടേണ്ടതോ 1663.3 മില്ലിമീറ്റർ. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 2 വരെ 15% മഴ കുറവ് രേഖപ്പെടുത്തിയ വയനാട്ടിലാണ് 300-ലേറെ ആളുകൾ മരിച്ച ഉരുൾപൊട്ടൽ ഉണ്ടായത്. കണ്ണൂരൊക്കെ 24% അധിക മഴ കിട്ടിയപ്പോഴാണ് വയനാട്ടിൽ 15% മഴ കുറഞ്ഞത്. ഏറ്റവും കൂടുതൽ പ്രളയം ഉണ്ടാകുന്ന ആലപ്പുഴയിൽ പോലും ഇത്തവണ 17% മഴ കുറവാണ്. എന്തുകൊണ്ടാകും ഇങ്ങനെ? 2018 വരെ കേരളത്തിലുണ്ടായ മണ്ണിടിച്ചിലും മലയിടിച്ചിലും ഉരുൾപൊട്ടലും എല്ലാം മഴയുടെ കണക്കുമായി നേർബന്ധം ഉള്ളതാണ്. കൊടിയ ഒരു വേനൽ കഴിഞ്ഞു വന്നതാണ് നമ്മൾ. കേരള ചരിത്രത്തിലെ ഏറ്റവും പൊള്ളിയ വേനലായിരുന്നു കഴിഞ്ഞുപോയത്. അതറിയാൻ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് മാത്രം നോക്കിയാൽ മതി. ഇടുക്കിയിൽ ഓഗസ്റ്റ് 3 പുലർച്ചെ ഉള്ളത് സംഭരണശേഷിയുടെ 60% മാത്രം വെള്ളമാണ്. 2403 അടി വെള്ളം ശേഖരിക്കാവുന്ന ഇടുക്കി നിറയണമെങ്കിൽ 40 അടി വെള്ളം കൂടി വേണം. അങ്ങനെയെങ്കിൽ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരന്ത സാധ്യതയെക്കുറിച്ച് ആലോചന നടത്താൻ കഴിയുമായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഉത്തരം. കേരള വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നൊരു സംവിധാനമുണ്ട്. ഓരോ പഞ്ചായത്തിലും പെയ്യുന്ന മഴയുടെ അളവ് കൃത്യമായി രേഖപ്പെടുത്തുന്ന ഡാറ്റാബേസ് ആണിത്. ആ ഡാറ്റാബേസ് അനുസരിച്ച് മേപ്പാടി പഞ്ചായത്തിലെ വിവരങ്ങൾ ന്യൂസ് മലയാളം പുറത്തുവിടുകയാണ്.
മേപ്പാടി പഞ്ചായത്തിലാണ് ചൂരൽമലയും മുണ്ടക്കയും വരുന്നത്. ജൂലൈ 24-ന്, അതായത് ദുരന്തത്തിന് 5 ദിവസം മുമ്പ് മേപ്പാടിയിൽ പെയ്തത് 1510 മില്ലിമീറ്റർ മഴ. സാധാരണ കിട്ടേണ്ടത് 880 മില്ലിമീറ്റർ മാത്രം. ആ ഒരു ദിവസം അധികം പെയ്തത് 80%. ജൂലൈ 25-ന് പെയ്തത് 660 മില്ലിമീറ്റർ. സാധാരണ കിട്ടാറുള്ളത് 189 മില്ലിമീറ്റർ. ജൂലൈ 26-ന് ലഭിച്ചത് 616 മില്ലിമീറ്റർ. കിട്ടേണ്ടത് 117.8 മില്ലിമീറ്റർ. 27-ന് പെയ്തത് 539 മില്ലിമീറ്റർ. സാധാരണ കിട്ടേണ്ടത് 75.8 മില്ലിമീറ്റർ. 28-ന് 456, കിട്ടേണ്ടത് 51 മില്ലിമീറ്റർ മാത്രം. ദുരന്തം ഉണ്ടായത് 29-ന് രാത്രിയാണ്. അന്ന് മേപ്പാടി പഞ്ചായത്തിൽ കിട്ടിയത് 448.9 മില്ലിമീറ്റർ മഴ. സാധാരണ കിട്ടേണ്ടത് 43 മില്ലിമീറ്റർ മാത്രം. അതായത് ആ ദിവസം മാത്രം 10 മടങ്ങ്. കേരളത്തിലെ മൊത്തം കണക്ക് എടുത്താണ് സാധാരണയിലും താഴ്ന്ന മഴയാണെന്ന് പറയുന്നത്. വയനാട് ജില്ലയിലെ മാത്രം കണക്കെടുത്താണ് 15% താഴ്ന്ന മഴയാണെന്ന് പറയുന്നത്. എന്നാൽ ദുരന്തമുണ്ടായ മേപ്പാടിയിൽ ഈ കാലവർഷം തുടങ്ങിയ ശേഷം കിട്ടിയത് 2229 മില്ലിമീറ്റർ മഴയാണ്. കിട്ടേണ്ടത് 1095 മില്ലിമീറ്റർ. അതായത് ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 2 വരെയുള്ള ദീർഘകാല കണക്കെടുത്താലും 103% അധിക മഴയാണ് മേപ്പാടിയിൽ പെയ്തത്. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പുള്ള 6 ദിവസത്തെ ശരാശരി എടുത്താൽ തന്നെ 704 മില്ലിമീറ്റർ മഴ പെയ്തു. കിട്ടേണ്ടത് ശരാശരി 225 മില്ലിമീറ്റർ മാത്രം. ഈ കണക്കുകൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടത് ആരെയെങ്കിലും പ്രതി ചേർക്കാൻ അല്ല. പക്ഷേ പ്രാദേശികമായ ഇത്തരം വിവരങ്ങളാണ് പരിശോധിക്കേണ്ടത്. ഓരോ പഞ്ചായത്തിലും അത് നോക്കാൻ സംവിധാനം ഉണ്ടാകണം. അതിനുശേഷം മുകളിലേക്ക് റെഡ് അലേർട്ടുകൾ അയക്കാൻ കഴിയണം. മുകളിൽ നിന്ന് താഴേക്കല്ല, താഴെ നിന്ന് മുകളിലേക്കാണ് റെഡ് അലേർട്ടുകൾ പോകേണ്ടത്. മേപ്പാടി പഞ്ചായത്തിലെ ഓരോ ദിവസത്തെയും മഴയുടെ ഈ കണക്ക് പ്രത്യേകം വിലയിരുത്താൻ വൈദഗ്ധ്യമുള്ളവർ ഉണ്ടാകണം. ഇനി ഒരു വിവരം കൂടി പറയാം. വയനാട്ടിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ മഴ പെയ്തത് മേപ്പാടിയിലാണ്. തൊട്ടുതാഴെ മാനന്തവാടിയും കൽപ്പറ്റയും മുപ്ലൈനാടും. നൂൽപ്പുഴ പഞ്ചായത്തിലും മീനങ്ങാടിയിലും സാധാരണ കിട്ടേണ്ടതിന്റെ 200% അധികം മഴ പെയ്തിട്ടുണ്ട്. ജില്ലയിൽ 15% മഴ കുറഞ്ഞു നിൽക്കുമ്പോഴും ഓരോ പഞ്ചായത്തിലും പെയ്ത മഴയുടെ അളവ് പരിശോധിക്കപ്പെടുക തന്നെ വേണം. അങ്ങനെ കൂടിയാണ് ദുരന്തങ്ങളെ നേരിടേണ്ടത്. നമസ്കാരം.